വെൽക്കം ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. 8ാം ക്ലാസ്സിലെ മാത്സിൻ്റെ 11ാമത്തെ ചാപ്റ്റർ കുഞ്ഞുങ്ങളെ പാരലോഗ്രാം. അതിൻ്റെ ലാസ്റ്റ് പാർട്ടാണ്, അതായത് സാമാന്തരികങ്ങൾ അല്ലേ, അതിൻ്റെ ലാസ്റ്റ് പാർട്ടാണ്. അപ്പം അതിനകത്തിൽ ഇനി നമ്മൾ പഠിക്കാനുള്ളത് റോംബസസിനെ കുറിച്ചാണ് കേട്ടോ. റോംബസ് എന്ന് വെച്ചാൽ എന്താ? സമഭുജ സാമാന്തരികങ്ങൾ എന്നാണ് അതിൻ്റെ മലയാളം. എന്താണ് റോംബസ് എൻ്റെ കൂടെ SES റോംബസസ്, സമഭുജ സാമാന്തരികങ്ങൾ. നമ്മുടെ ടെസ്റ്റിൽ തന്നെ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഒരു സമഭുജ സാമാന്തരികം വരയ്ക്കാൻ അതിൻ്റെ വികരണങ്ങളുടെ നീളം അറിഞ്ഞാൽ മതി എന്ന് പറയുന്നുണ്ട്. വികരണങ്ങളുടെ നീളം എന്ന് വെച്ചാൽ എന്താ നിങ്ങൾ ഏതാണ്ട് ഈ വരയ്ക്കുന്നതിനെയാണ് നമ്മൾ വികരണങ്ങൾ, ഓർമ്മയുണ്ടോ? ഡയഗണൽ, കോർണർ ടു കോർണറിലോട്ട് തന്നെ ഇങ്ങനെ വരയ്ക്കുന്നതിനെ എന്ത് പറയുന്നത്? വികരണങ്ങൾ എന്ന് പറയുന്നത്. ഈ വികരണങ്ങളുടെ നീളം കിട്ടിക്കഴിഞ്ഞാൽ, അതായത് രണ്ട് വികരണങ്ങൾ കണ്ടോ ഇതിനകത്തിൽ, ഒന്നിതും കേട്ടോ, ഒന്നിതും, അതായത് ഡയഗണൽ അല്ലേ, ഡയഗണൽ. ഇതിനെ നമുക്ക് D1 എന്നും കേട്ടോ, ഇതിനെ നമുക്ക് D1 അതായത് ഫസ്റ്റ് ഡയഗണൽ എന്നും, ഇതിനെ നമുക്ക് സെക്കൻഡ് ഡയഗണൽ എന്നും ഒരു പേര് കൊടുക്കാം. ചുമ്മാ ഞാൻ ഒന്ന് പറയാൻ വേണ്ടി കേട്ടോ, കാരണം ഇതിനകത്തിൽ രണ്ട് ഡയഗണലില്ലേ അല്ലേ. അപ്പോൾ ഇതിനകത്തിൽ ഒരു സമഭുജ സാമാന്തരികങ്ങൾ വരയ്ക്കാൻ, അതായത് ഒരു റോംബസ് വരയ്ക്കണമെന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ ഈ ഡയഗണൽ അല്ലെങ്കിൽ ഈ വികരണങ്ങളുടെ നീളം അറിഞ്ഞാൽ മതി എന്നാണ് പറയുന്നത്. ഒരു ഉദാഹരണമാണ് നമുക്ക് തന്നിരിക്കുന്നത്. വികരണങ്ങൾ നോക്കിയേ, ഇത് 6 സെൻറ്റിമീറ്ററും ഇത് 4 സെൻറ്റിമീറ്ററുമായ ഒരു സമഭുജ സാമാന്തരം അല്ലെങ്കിൽ റോംബസ് വരച്ചിരിക്കുക. ഇത് കാണുമ്പോൾ തന്നെ നമുക്കങ്ങ് അറിയാം അല്ലേ. നോക്കിയേ, 6 സെൻറ്റിമീറ്റർ, 6ൻ്റെ മിഡ് പോയിൻ്റ് 3, ആ 3 വെച്ചിട്ട് മേളിൽ നിന്നും താപ്പോട്ട് 4 സെൻറ്റിമീറ്റർ, 2 സെൻറ്റിമീറ്റർ അങ്ങോട്ട്, 2 സെൻറ്റിമീറ്റർ അല്ല കണ്ടോ, 2 മേപ്പോട്ടും 2 താപ്പോട്ടും, ഇവിടെ 3 ഇങ്ങോട്ടും 3 ഇങ്ങോട്ടും. മനസ്സിലായോ? ഇത് നമ്മൾ കുറേ വരച്ചിട്ടുള്ളതാണ്. ഇവിടെ തുല്യമായ 4 മട്ടത്രികോണങ്ങളാണ്. മട്ടത്രികോണം എന്ന് വെച്ചാൽ റൈറ്റ് ട്രയാങ്കിളാണ് നമുക്ക് കിട്ടുന്നത് അല്ലേ. എന്ത് ഈ മട്ടത്രികോണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മട്ടത്രികോണം എന്ന് വെച്ചാൽ ഇങ്ങനെ നേരെ ഒരു വശം നടിങ്ങനെ നേരെ ഇരിക്കും കണ്ടോ. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മട്ടത്രികോണം എന്ന് പറയുന്നത്. ഇവിടെ എത്രയായിരിക്കും? ഇവിടെ 90 ഡിഗ്രി ആയിരിക്കും. ഒരു വശം എന്താ നിങ്ങളെ 90 ഡിഗ്രി ആയിരിക്കും കേട്ടോ. അതുകൊണ്ടാണ് അതിനെ എന്താ മട്ടത്രികോണങ്ങൾ എന്ന് പറയുന്നത്. ഇവിടെ നോക്കി, ഈ പടം നോക്കിയതുണ്ട്, ഇവിടെ നിന്ന് ഇത് ഫസ്റ്റ് ത്രികോണം, ഇത് രണ്ടാമത്തെ ത്രികോണം, ഇത് മൂന്നാമത്തെ ത്രികോണം, ഇത് 4ാമത്തെ ത്രികോണം, അങ്ങനെ 4 ത്രികോണങ്ങൾ ഇവിടെ വരുന്നുണ്ട്. ഈ 4ൻ്റെയും നോക്കൂ നിങ്ങൾ, ഏതാണ്ട് ഈ കോർണർ നോക്കിയേ, നേരെ ലംബമല്ലേ, പെർപെൻഡിക്കുലർ അല്ലേ, നമ്മൾ പഠിച്ചിട്ടില്ലേ, നേരെ ഇരിക്കുമല്ലേ. അപ്പോൾ എന്താ ഇവിടെ ഈ പടം ഇത് മനസ്സിലായെങ്കിലേ നമുക്ക് കണക്ക് ചെയ്യുമ്പോൾ മനസ്സിലാകത്തുള്ളൂ കേട്ടോ. അതായത് വികരണങ്ങൾ 6 സെൻറ്റിമീറ്ററും 4 സെൻറ്റിമീറ്ററുമായ ഒരു സമഭുജ സാമാന്തരം അല്ലെങ്കിൽ റോംബസിൻ്റെ പടമാണ് നമുക്ക് ഈ തന്നിരിക്കുന്നത്. ഇവിടെ തുല്യമായ 4 മട്ടത്രികോണങ്ങൾ ചേരുന്നുണ്ട് എന്ന് വെച്ചാൽ റൈറ്റ് ട്രയാങ്കിൾ കിട്ടുന്നുണ്ട്. റൈറ്റ് ട്രയാങ്കിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ഒരു കോർണർ എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. ഒരു മൂല എപ്പോഴും 90 ഡിഗ്രി ആയിരിക്കും. അതുകൊണ്ട് അതിനെ റൈറ്റ് ട്രയാങ്കിൾ എന്ന് പറയുന്നത്. ഒരു മട്ടത്രികോണത്തിൻ്റെ പരപ്പളവ് അപ്പോൾ എത്രയാണ്? ത്രികോണത്തിൻ്റെ ഏരിയ കാണുന്ന ഇക്വേഷൻ എന്താ നിങ്ങളെ? ത്രികോണത്തിൻ്റെ 1/2 ഇൻറ്റു അല്ലേ, 1/2 ഇൻറ്റു B ഇൻറ്റു H ആണ്. നോക്കൂ നിങ്ങളിവിടെ ഒരു മട്ടത്രികോണത്തിൻ്റെ പരപ്പളവ് അല്ലേ, ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ ഏരിയ കാണുന്നത് 1/2 ഇൻറ്റു B ഇൻറ്റു H ആണ് കേട്ടല്ലോ. 1/2 ഇൻറ്റു B ഇൻറ്റു H ആണ്. മനസ്സിലാക്കണേ. അപ്പോൾ ഇവിടെ നോക്കിയേ, 1 2 3 4 മട്ടത്രികോണങ്ങളാണ് ഇവിടെ തന്നിരിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ നമുക്കിവിടെ ആദ്യം ഒരെണ്ണത്തിൻ്റെ കാണാം. നോക്കിക്കേ, ഹാഫ് ഇൻറ്റു അല്ലേ, B എത്ര ഇവിടെ? ബേസ് നോക്കിയേ, ഫസ്റ്റ് ബേസ് എന്ന് വെച്ചാൽ 3 ആണ്, ഇൻറ്റു ഹൈറ്റ് തന്നിട്ടുണ്ട്, മേളിൽ താപ്പോട്ട് തരുന്നില്ലേ, ഹൈറ്റ് എത്രയാണ്? 2 ആണ്. അപ്പോൾ എത്ര? 1/2 ഇൻറ്റു 2 3 6 ഇസിക്കൽ ടു 6/2 3 ആണ് ഇവിടുത്തെ എന്താ. നോക്കിക്കേ, ഇവിടെ നമുക്ക് ചെയ്തിട്ട് വന്നിട്ടുണ്ട് 3 ചതുരശ്ര സെൻറ്റിമീറ്റർ എന്ന്. ഇതെങ്ങനെയാണ് കിട്ടിയത്? ഒരു മട്ടത്രികോണത്തിൻ്റെ പരപ്പളവ് കാണണമെങ്കിൽ 1/2 ഇൻറ്റു B ഇൻറ്റു H വേണം ചെയ്യാൻ. 1/2 ഇൻറ്റു B ഇൻറ്റു H. അപ്പോൾ ഇവിടെ B എന്താണ്? ബേസ്, H എന്താണ്? ഹൈറ്റ്. അപ്പോൾ ഇതേപോലെ തന്നെയല്ലേ ഇതും? ഇതുപോലെ തന്നെയാണ്. ഈ 4 എണ്ണം ഒരേപോലെയാണ്, ഈക്വലായിട്ടാണ് അല്ലേ. നോക്കിയേ, ഈക്വലാണ്. അപ്പോൾ ഇവിടെ ഒരു മട്ടത്രികോണത്തിൻ്റെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് 4 എണ്ണത്തിൻ്റെയും കിട്ടത്തില്ലേ കുഞ്ഞുങ്ങളെ? ഇവിടെ ഒരെണ്ണത്തിൻ്റെ കിട്ടി നമുക്ക് എന്താ, ഇതിൻ്റെ പരപ്പളവ് അല്ലേ, ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് നമുക്ക് 3 കിട്ടിയെങ്കിൽ ബാക്കിയുള്ളതിൻ്റെയോ 4 എണ്ണം ഉണ്ടല്ലോ മൊത്തം അല്ലേ. അപ്പോൾ 4 ഇൻറ്റു 3 12 ചതുരശ്ര സെൻറ്റിമീറ്റർ ആണ് ഈ 4 ത്രികോണത്തിൻ്റെയും പരപ്പളവ്. മനസ്സിലായോ? ഈ 4 ത്രികോണത്തിൻ്റെ അല്ല, ഇത് ഫുൾ അപ്പോൾ ആവത്തില്ലേ, എന്താ സാമാന്തരികമായി അല്ലേ. അതായത് ഒരു ത്രികോണത്തിൻ്റെ 3 ആണ്,
അങ്ങനെ 1 2 3 4 4 ആയില്ലേ. അപ്പോൾ 4 × 3 12 ചതുരശ്ര സെൻറ്റിമീറ്റർ. നിങ്ങൾക്ക് ആ പടം കാണുമ്പോൾ മനസ്സിലാവും. ഇതേപോലെ തന്നെ അല്ലേ നിങ്ങൾ ഇവിടെ ഇല്ലേ? കാരണം എന്താ, ഇവിടെയും 2 ആണ്, ഇവിടെ 3 ആണെങ്കിൽ ഇവിടെയും 3 ആണ് അല്ലേ? അപ്പോൾ ഇത് നോക്കിയാൽ 2 3 ബേസ് ഹൈറ്റ്. ഇവിടെ നോക്കിയേ, ഇവിടെ 3 ആണ്, ഇവിടെ 2 ആണെങ്കിൽ ഇവിടെ എത്രയാണ്? 2 3 2 ബേസും ഹൈറ്റും. ഇവിടെയും ബേസും ഹൈറ്റും എല്ലാം ഒരേപോലെയാണ്. കണ്ടോ? അപ്പോൾ നമുക്ക് എത്ര? 12 ചതുരശ്ര സെൻറ്റിമീറ്റർ. അപ്പോൾ ഇതിന് ഈ സമഭുജ സാമാന്തരികത്തിൻ്റെ പരപ്പളവ് കാണാൻ എന്തൊക്കെ നോക്കിയേ? സമഭുജ സാമാന്തരികം അല്ലേ, അതിനെന്താ പറയുന്നത്? റോംബസിന് 4 തുല്യ മട്ട ത്രികോണങ്ങൾ ചേർന്നതാണ്. എന്താണെന്ന് നമ്മളോട് റോംബസ് എന്നാൽ എന്തെന്ന് ചോദിച്ചാൽ എന്താണ്? സമഭുജ സാമാന്തരികത്തിന് കേട്ടോ, ഓർത്തോണേ. ഇപ്പം നമ്മളൊരു സമഭുജ സാമാന്തരികം വരയ്ക്കുകയാണെങ്കിൽ അതിൻ്റെതാണ്ട് ഈ വികരണങ്ങൾ കേട്ടോ, വികരണം എന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഈ വരയ്ക്കുന്നതാണേ ഈ ഡയഗണൽ ഇതിന് തുല്യ, ഇവിടുത്തെ ഈ 4 എണ്ണവും നിങ്ങൾ ഈ 4 എണ്ണമാണ് പറയുന്നത് കേട്ടോ. എന്താ? തുല്യ 4 മട്ട ത്രികോണങ്ങൾ ചേർന്നതാണ്. മനസ്സിലാക്കണേ, 4 മട്ട ത്രികോണങ്ങൾ റൈറ്റ് ട്രയാങ്കിൾ ചേർന്നതാണ്. ഓരോ മട്ട ത്രികോണത്തിൻ്റെയും ലംബവശം, ലംബം എന്ന് വെച്ചാൽ എന്താ? നേരെ തന്നെ ഇങ്ങനെ വരുന്ന ഈ വശം എന്താ? വികരണങ്ങളുടെ പകുതിയാണ്. ഇപ്പോൾ ഇവിടെ മൊത്തം 6 സെൻറ്റിമീറ്റർ ആണെങ്കിൽ നമ്മളാണ് ഇങ്ങനെയല്ലേ ഇത് വരയ്ക്കുന്നത്, ഇങ്ങനെയല്ലേ വരയ്ക്കുന്നത്. അപ്പോൾ ഇത് മൊത്തം 6 ആണെങ്കിൽ ഇവിടെ എത്രയാണ്? 3. ഇവിടെ എത്ര? 3. ഇതിപ്പോൾ മൊത്തം 4 ആണെങ്കിൽ ഇവിടെ എത്ര? നിങ്ങൾ ഇവിടെ 2, ഇവിടെ 2. മനസ്സിലായോ? അതുകൊണ്ടാണ് ഓരോ മട്ടത്രികോണത്തിൻ്റെയും ലംബവശങ്ങൾ വികരണങ്ങളുടെ പകുതിയാണ്. ഒരു മട്ടത്രികോണത്തിൻ്റെ പരപ്പളവ് അല്ലേ, റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് വികരണങ്ങളുടെ പകുതിയുടെ ഗുണനഫലത്തിൻ്റെ പകുതിയാണ്. അതായത് നമുക്ക് കിട്ടുന്ന വികരണങ്ങളുടെ ഗുണനഫലത്തിൻ്റെ 8/1 എന്നാണ്. നമുക്ക് അത്രയും നീട്ടിക്കിടന്ന് ചെയ്യേണ്ട. ഇതിന് ഇക്വേഷൻ ഉണ്ട്, അത് വെച്ചെങ്കിൽ ചെയ്താൽ മതി. 4 ത്രികോണങ്ങളുടെയും കൂടി മൊത്തം പരപ്പളവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വികരണങ്ങളുടെ ഗുണനഫലത്തിൻ്റെ പകുതിയാണ്. എന്നാൽ ഈ ചുവന്ന ബോക്സിലെ പഠിക്കണം കേട്ടോ. ഏത് സമഭുജ സാമാന്തരികത്തിൻ്റെയും പരപ്പളവ് എന്ന് പറഞ്ഞാൽ വികരണങ്ങളുടെ ഗുണനഫലത്തിൻ്റെ പകുതിയാണ്. അതൊക്കെ ഒരു മാർക്കിന് ചോദിക്കാം കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദിക്കുക 12 ചതുരശ്ര സെൻറ്റിമീറ്റർ പരപ്പളവുള്ള ഒരു സമഭുജ സാമാന്തരികം വികരണങ്ങളുടെ മറ്റ് നീളങ്ങളായും നമുക്ക് വരയ്ക്കാമല്ലോ എന്നാണ് പറയുന്നത്. നോക്കൂ നിങ്ങളെ, 12 ചതുരശ്ര സെൻറ്റിമീറ്റർ ആണ് പരപ്പളവ് തന്നിരിക്കുന്നത്. ഈ പരപ്പളവ് എന്ന് വെച്ചാൽ എന്താ? ഏരിയ ഓൾറെഡി നമുക്ക് ഇങ്ങ് തന്നു. എത്ര? 12 അല്ലേ? അപ്പം എന്താ? ഈ ചതുരശ്ര സെൻറ്റിമീറ്റർ പരപ്പുള്ള ഒരു സമഭുജ സാമാന്തരികം. ഇതിൻ്റെ മൊത്തത്തിൽ നമുക്ക് തന്നിട്ടുണ്ട് എത്ര? ഏരിയ 12 തന്നിട്ടുണ്ട്. വികരണങ്ങൾ മറ്റു നീളങ്ങളായും നമുക്ക് വരയ്ക്കാൻ പറ്റും എന്നാണ് പറയുന്നത് അല്ലേ? അപ്പോൾ എങ്ങനെ വരയ്ക്കാൻ പറ്റും? ഏരിയ കാണണമെന്നുണ്ടെങ്കിൽ വേറെ ഒരളവും നമുക്ക് തന്നിട്ടില്ല. എന്തോ ചെയ്യാൻ പറ്റും കുഞ്ഞുങ്ങളെ? വല്ലതും ചെയ്യാൻ പറ്റുമോ? ഏതൊക്കെ സംഖ്യയിൽ തങ്ങൾ ഇൻഡ്യൂ ചെയ്താലാണ് നമുക്ക് 12 കിട്ടുന്നത്? ഏരിയ കാണണമെങ്കിൽ എന്തോ ചെയ്യണം? സമഭുജ സാമാന്തരികത്തിൻ്റെ 1/2 ഇൻറ്റു D1 ഇൻറ്റു D2 ആണ് കേട്ടോ. അത് വെച്ചിട്ട് വേണം ഇത് ചെയ്യാൻ. അപ്പോൾ ഇവിടെ D1 D2 എന്ന് പേര് കൊടുക്കുക. ഇതിപ്പോൾ D1 ആണെങ്കിൽ ഇത് D1, ഇത് D2 എന്ന് പേര് കൊടുത്ത് ചെയ്യാം. ഇവിടെ അവർ ചെയ്തിട്ടിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ എക്സസൈസ് മുതൽ ചെയ്യാം കേട്ടോ. ഒന്നാമത്തെ എക്സസൈസ് നോക്കിക്കേ. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ വിശദമായിട്ട് പറയാൻ വേണ്ടി ഈ എക്സസൈസ് എടുക്കാമെന്ന് വെച്ചു. ഓക്കെ, 4.5 ചതുരശ്ര സെൻറ്റിമീറ്റർ പരപ്പളവുള്ള ഒരു സമചതുരം വരയ്ക്കുക. ചോദ്യം കണ്ടോ കുഞ്ഞുങ്ങളെ? 4.5 ചതുരശ്ര സെൻറ്റിമീറ്റർ പരപ്പളവുള്ള ഒരു സമചതുരം വരയ്ക്കുക. ഡ്രോ എ സ്ക്വയർ ഓഫ് ഏരിയ ഫോർ 1/2 സ്ക്വയർ സെൻറ്റിമീറ്റർ. ഇനി ഞാൻ ചോദ്യം എഴുതണ്ടല്ലോ. അവിടെ എന്താ? നമുക്ക് ഒന്നാമത്തേത് പേജ് നമ്പർ 190 പേജ് നമ്പർ. അതിലെ ഒന്നാമത്തെ കേട്ടോ, അതിലെ ഒന്നാമത്തെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇവിടെ നമുക്ക് എന്തുവാ തന്നിരിക്കുന്നത്? എന്തൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്? ഏരിയ തന്നിട്ടുണ്ട് അല്ലേ? ഏരിയ തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ കണ്ടോ? ഞാൻ ഈ ക്വസ്റ്റ്യനാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഇവിടെ നമുക്ക് പരപ്പളവ് എന്ന് വെച്ചാൽ എന്താ? ഏരിയ അല്ലേ? എത്ര തന്നിരിക്കുന്നത്? അപ്പോൾ അതെങ്ങനെ എഴുതും? ഏരിയ. ഓൾറെഡി നമുക്ക് ഏരിയ തന്നിട്ടുണ്ട്. ഈ ഏരിയയുടെ മറ്റൊരു പേരെന്താ? മലയാളം പേര് പരപ്പളവ്. എത്ര തന്നിരിക്കുന്നത്? 4.5 സെൻറ്റിമീറ്റർ സ്ക്വയർ. പരപ്പളവല്ലേ, അപ്പോൾ സെൻറ്റിമീറ്റർ സ്ക്വയർ സെൻറ്റിമീറ്റർ എന്നോ കേട്ടോ, സെൻറ്റിമീറ്റർ സ്ക്വയർ. ഓക്കെ ആണോ? ഇനി നമുക്ക് എന്താ തന്നേക്കുന്നത്? ഇതിനെ എന്തോ വരയ്ക്കാനാണ് പറയുക? ഒരു സമചതുരം വരയ്ക്കാൻ. സമചതുരത്തിൻ്റെ ഇംഗ്ലീഷ് എന്തുവാ? സ്ക്വയർ വരയ്ക്കാൻ. റഫായിട്ട് ചെയ്യാമെന്ന് എഴുതുന്നേ ഉള്ളൂ കേട്ടോ. ഇതാണ് നമുക്ക് തന്നിരിക്കുന്നത്.
അപ്പം നിങ്ങൾ മുമ്പ് നമ്മൾ പഠിച്ചതാ അല്ലേ, ഇവിടെ എന്തുവാ 4.5 ചതുരശ്ര സെൻറ്റിമീറ്റർ പരപ്പളവുള്ള സമചതുരം വരയ്ക്കുക. അപ്പം വികർണത്തിൻ്റെ വർഗത്തിൻ്റെ പകുതിയാണെന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞു ഇവിടുത്തെ ഏരിയ അല്ലേ. എന്താ വികർണത്തിൻ്റെ അടുപ്പം നമ്മൾ പറഞ്ഞില്ലേ, വികർണങ്ങളുടെ പകുതിയാണ് അല്ലേ, മനസ്സിലായോ? നമ്മളിപ്പോൾ പഠിച്ച റോംബസിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഒരു സമഭുജ സാമാന്തരികത്തിൻ്റെ പരപ്പളവ് ഇവിടെ ചുവന്ന ബോക്സിൽ ഒരു സമഭുജ സാമാന്തരികത്തിൻ്റെ പരപ്പളവ് എന്ന് പറയുന്നത് വികർണങ്ങളുടെ ഗുണനഫലത്തിൻ്റെ പകുതിയാണ് അല്ലേ. വികർണങ്ങളുടെ ഗുണനഫലത്തിൻ്റെ പകുതിയാണ്. ഈ വികർണം എന്ന് വെച്ചാൽ എന്താണ്? ഞാൻ നോക്കൂ നിങ്ങൾ, ഇപ്പം ഞാൻ റഫായിട്ടൊന്ന് കാണിക്കുക. ഇപ്പം ഞാനിങ്ങനെ ഒരു പടം വരച്ചെന്ന് വെച്ചോ, ഇതിനകത്തിലെ വികർണങ്ങൾ എന്ന് വെച്ചതാണ്ട് ഇതും ആണെന്ന് നമുക്കറിയാം. ഇതിനെ നമ്മൾ D1 എന്നും ഇതിനെ നമ്മൾ D2 അല്ല സോറി ഇതല്ല അല്ലേ, അത് റോംബസ് അല്ലേ, റോംബസ് ആവുന്നില്ലേ, പാരലോഗ്രാം ഒക്കെ വരച്ചാണ്ട് ഇപ്പം ഇങ്ങനെയാണ് അല്ലേ. റോംബസിൻ്റെ പ്രത്യേകത ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. നിങ്ങൾ ഇതുണ്ട് ആദ്യമേ ഒരു കണ്ടോ പ്ലസ്. അപ്പം ഇത് എന്താ D1 ആയിട്ടും ഇത് D2 ആയിട്ടും എടുക്കുന്നതെങ്കിൽ ഇത് ഒന്ന് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ എന്താ, ഇതാണ് ഇവിടുത്തെ വികർണങ്ങൾ അല്ലെങ്കിൽ ഡയഗണൽ എന്ന് പറയുന്ന ഇതാണ് നമ്മൾ പഠിച്ചു അല്ലേ. ഇതിൻ്റെ വർഗത്തിൻ്റെ പകുതിയാണ്. ഇപ്പോൾ D1-ൻ്റെയും D2-ൻ്റെയും അതായത് ഇക്വേഷൻ അറിഞ്ഞിരിക്കണേ കുഞ്ഞുങ്ങളെ കേട്ടോ. അറിയത്തില്ലെങ്കിൽ ഇതാണ്ട് നമുക്ക് ആ തന്ന തിയറം വികർണത്തിൻ്റെ വർഗത്തിൻ്റെ ആ ബോക്സിൽ എഴുതിയില്ലയോ, അതാ വർഗത്തിൻ്റെ പകുതി ആയിരിക്കണമെന്ന് ഓർത്തോണം. പകുതി ആണ് ഇവിടുത്തെ ഏരിയ എന്ന് പറയുന്നത് കേട്ടോ. പകുതിയാണ് പരപ്പളവ്. നമ്മുടെ ബോക്സിൽ കൊടുത്തില്ലയോ, അത് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് കേട്ടോ, പരപ്പളവ്. അപ്പോൾ ഇവിടെ വികർണം ഏതൊക്കെയാണ്? 4.5 സെൻറ്റിമീറ്റർ ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ വികർണത്തിൻ്റെ പരപ്പളവ് കാണുന്ന ഇക്വേഷൻ എന്താ? 1/2 ഇൻറ്റു D1 ഇൻറ്റു എന്താ D2 അല്ലേ, 1/2 ഇൻറ്റു D² എന്ന് പറഞ്ഞാലും മതി. 2 എണ്ണം ഉണ്ടെന്നുള്ള D² കേട്ടോ. ഇവിടെ നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട് എത്ര ഏരിയ നേരിട്ട് തന്നിട്ടുണ്ട്. എത്രയോ നിങ്ങളെ 4/1/2 എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഇത് മിക്സഡ് ഫ്രാക്ഷനിലല്ലേ തന്നേക്കുന്നത്. ഇതിനെ നമുക്ക് എന്താക്കാം, 4 താഴെ കിടക്കുന്ന 2നെ ഇൻറ്റു ചെയ്തിട്ട് മേളിൽ കിടക്കുന്ന 1 കൂട്ടാമെങ്കിൽ ഈ 2നെ അതുപോലെ തന്നെ എഴുതുക. ഇതിനെ ഇതുകൊണ്ട് ഗുണിച്ച് ഇത് കൂട്ടണം. താഴെ എന്താണോ തരുന്നത് അത് അതുപോലെ എഴുതുക. 4 2 8 2 9/2 വരും കണ്ടോ. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? ഇവിടെ 1 ഇൻറ്റു D² എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് D² ആണ്. D²/2 എന്ന് പറഞ്ഞാൽ 9/2 ആണെന്ന്. അല്ല മനസ്സിലാവുന്നുണ്ടോ? ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇത് കണ്ട ഈ ഐഡൻറ്റിറ്റി തന്നെ ഇത് വെച്ച് തന്നെ അങ്ങ് ചെയ്താൽ മതി. കൂടുതൽ ചെയ്ത് നിങ്ങളെ ഇതാക്കുന്നില്ല. ഈ ഒരൊറ്റ ഒരെണ്ണം 1/2 ഇൻറ്റു D² കേട്ടോ. എന്തെങ്കിലും സംശയം വല്ലോ അഥവാ വന്നാലോ ഈ ചോദ്യം ഇപ്പം നിങ്ങൾക്ക് ആ പടവും നോക്കി മനസ്സിലാക്കിയാൽ മതി കുഞ്ഞുങ്ങൾ കേട്ടോ. വികർണത്തിൻ്റെ വർഗത്തിൻ്റെ പകുതിയാണ് പരപ്പളവ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് റൂൾസാണ്. അപ്പോൾ 1/2 ഇൻറ്റു വികർണത്തിൻ്റെ 2 വികരണം ഉണ്ടല്ലോ അല്ലേ, 2 വികരണത്തിൻ്റെയാണ് D² കേട്ടോ. അപ്പോൾ അത് ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട്. 4 1/2 എന്ന് തന്നിട്ടുണ്ട്. അതിനെ നമ്മൾ മിക്സഡ് ഫ്രാക്ഷനെ ഇംപ്രോപ്പറിലോട്ട് മാറ്റി. അപ്പോൾ 9/2 കിട്ടി. മനസ്സിലായോ? 9/2. അപ്പോൾ D²/2 ഇത് നോക്കിയേ, ഇത് എങ്ങനെയും നമുക്ക് ചെയ്യാൻ പറ്റുമോ? D²/2 = 9/2 എന്നാണ്. അപ്പം നമ്മൾ ഈ D² അതുപോലെ എടുക്കുക, ഈ 2നെ അങ്ങ് അപ്പുറത്ത് വിടുക കേട്ടോ. ഡിവിഷൻ ഇപ്പുറത്ത് വരുമ്പോൾ എന്താ, ഇൻറ്റു ആയിട്ട് മാറും. ഡിവിഷനെ ഈക്വലിന് അപ്പുറത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇൻറ്റു ആയിട്ട് മാറും. ഇവിടെ നോക്കിയപ്പം D² ഇവിടെ 2 എണ്ണം വന്നാൽ ഇതിനെ വെട്ടിപ്പോകത്തില്ല കുഞ്ഞുങ്ങളെ. അപ്പോൾ ബാക്കി 9. D² 9 ആണെങ്കിൽ D എന്തായിരിക്കും? √9 ആയിരിക്കും. അതറിയോ? √9 ആയിരിക്കും. = 3 സെൻറ്റിമീറ്റർ ആയിരിക്കും ആൻസർ കേട്ടോ. ഇവിടെ സ്ക്വയർ മാറ്റിയിട്ട് നമ്മൾ എന്തിട്ട് കൊടുത്തു? റൂട്ട് ഇട്ട് കൊടുത്തു കേട്ടോ. ഇങ്ങനെയൊക്കെ ചെയ്താൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? എളുപ്പവഴിയല്ല, നമ്മൾ പൈതഗോറസ് തിയറം ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ കുഞ്ഞുങ്ങളെ? ഉണ്ടല്ലോ. അപ്പോൾ ഇവിടെ നമുക്ക് ഡയഗണൽ നമുക്ക് കിട്ടി. ഡയഗണൽ എത്ര കിട്ടി? 3 സെൻറ്റിമീറ്റർ കിട്ടി അല്ലേ. വികർണങ്ങൾ
എത്ര കിട്ടി? വികരണങ്ങൾ എന്ന് പറയുന്നത് 3 സെൻറ്റിമീറ്റർ നമുക്ക് കിട്ടി ഡയഗണൽ. അപ്പോൾ ഇനിയും ചെയ്തുകൂടായോ? എങ്ങനെ ചെയ്യാം? ഫസ്റ്റ് എന്ത് ചെയ്യണം? കുഞ്ഞുങ്ങളെ ആദ്യം അപ്പം 3 സെൻറ്റിമീറ്റർ ഒരു വികരണം നമുക്ക് കിട്ടി അല്ലേ? ഒരെണ്ണം കിട്ടിയ എത്ര? 3 സെൻറ്റിമീറ്റർ. അപ്പോൾ സ്കെയിൽ എടുക്കുക, 0യിൽ വെച്ചിട്ട് 3 സെൻറ്റിമീറ്റർ എടുക്കുക. ഇനി ഇതിൻ്റെ മിഡ് പോയിൻ്റ് കാണണം, 1.5 എടുക്കണം അല്ലേ? നമ്മൾ മിഡ് പോയിൻ്റ് കാണാൻ നമുക്കറിയാം എന്താ, ഇതിനകത്തിൽ പകുതിയിൽ കൂടുതൽ എടുത്തിട്ട് അല്ലേ ആർക്ക് വെച്ച് വരച്ചാൽ മതി. അപ്പം നമുക്ക് കിട്ടും. ഇവിടെ നിന്ന് പകുതിയിൽ കൂടുതൽ എടുക്കുക, ഇവിടെ വന്നിട്ട് ഇങ്ങോട്ടൊരാർക്ക്, ഇവിടെ ഇങ്ങോട്ട് ഇപ്പുറത്ത് വെച്ചിട്ട് ഇവിടെ ഒരാർക്ക്, ഇവിടെ ഒരാർക്ക്. അപ്പോൾ രണ്ടും കൂടെ ജോയിൻ ചെയ്യുക. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. കാരണം എന്താ, ഇവിടെ എന്ത് വരണം? നമ്മൾ പഠിക്കുന്ന റോംബസിനൊക്കെ ഓർത്തോണം, ഇവിടെ എന്ത് വരണം കുഞ്ഞുങ്ങളെ? ഇവിടെ 90 ഡിഗ്രി ആയിരിക്കണം കേട്ടോ. ഇവിടെ 90 ആയിരിക്കണം, ഇവിടെയും 90 ആയിരിക്കണം, ഇവിടെയും 90 ആയിരിക്കണം, ഇവിടെയും അതായത് റൈറ്റ് ട്രയാങ്കിൾ ആയിരിക്കണം. അപ്പം നേരെയല്ലേ? അപ്പം നമുക്കിനി അങ്ങ് ജോയിൻ ചെയ്തേ. ഇവിടെ നിന്നും ഇങ്ങോട്ട് ഈ റോംബസ് എങ്ങനെ വരയ്ക്കാമെന്ന് കേട്ടോ. സമഭുജ സാമാന്തരികങ്ങൾ 3 സെൻറ്റിമീറ്റർ ആയതുകൊണ്ട് ചെറുതാട്ടോ. കണ്ടോ? ഇത്രയേ ഉള്ളൂ. അപ്പോൾ ആ ഒറ്റ പടം ഇത്രയേ ഉള്ളൂ. ഓക്കെ ആണോ? എന്തെങ്കിലും സംശയമുണ്ടോ? കേട്ടോ, ഉണ്ടെങ്കിൽ നിങ്ങളിത് ഒന്നും കൂടി ഒന്ന് കാണണം കേട്ടോ. ഇത് ഓരോന്നും വന്നത് നമ്മളോട് സമചതുരം അല്ലെങ്കിൽ സ്ക്വയർ വരയ്ക്കാനാണ് പറഞ്ഞത്. അപ്പം നമ്മൾ ഓർത്തോണം ഏതാ, റോംബസിൻ്റെ ചോദ്യം നല്ലപോലെ നോക്കി. ഒരു ചോദ്യം എന്തായിരുന്നു? 4.5 ചതുരശ്ര സെൻറ്റിമീറ്റർ പരപ്പളവുള്ള ഒരു സമചതുരം വരയ്ക്കാനാണ്. അപ്പോൾ നമുക്ക് വരച്ച് ലാസ്റ്റ് വരുമ്പോൾ അതൊരു സമചതുരമായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. സമചതുരം എന്ന് വെച്ചാൽ എന്താ? 4 വശവും ഒരുപോലെയുള്ളത് കേട്ടോ. മനസ്സിലായോ? അടുത്ത രണ്ടാമത്തെ ചോദ്യം നോക്കിക്കേ. 2 കുഞ്ഞുങ്ങളെ, 9 ചതുരശ്ര സെൻറ്റിമീറ്റർ പരപ്പളവുള്ള സമചതുരമല്ലാത്ത സമഭുജ സാമാന്തരികം വരയ്ക്കുക. എന്താ? 9 ചതുരശ്ര സെൻറ്റിമീറ്റർ പരപ്പളവുള്ള സമചതുരം അല്ലാത്ത, സ്ക്വയർ ആവരുത്. മുമ്പ് നമ്മളെടുത്ത് സമചതുരം വരയ്ക്കാനാണ് പറഞ്ഞത്, വരച്ചു വരുന്നപ്പോൾ സമചതുരമായി. എന്നാൽ സമചതുരമല്ലാത്ത സമഭുജ സാമാന്തരികം വരയ്ക്കുക. സമചതുരം ആവരുത്, പക്ഷേ റോംബസ് ആയിരിക്കണം. അതാ സാമാന്തരികം വരയ്ക്കാൻ. മനസ്സിലായോ? എങ്ങനെ വരയ്ക്കാമെന്ന് നോക്കാം. അപ്പോൾ ക്വസ്റ്റ്യനിനകത്തിൽ എന്തൊക്കെയാണ്? 9 ചതുരശ്ര സെൻറ്റിമീറ്റർ പരപ്പളവ്. അപ്പോൾ നമുക്ക് ഈ പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ, രണ്ടാമത്തെയാണ് ഏരിയ നമുക്ക് തന്നിട്ടുണ്ട്. ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് നമുക്ക് തന്നിട്ടുണ്ട്. പരപ്പളവ് എത്രയാ? 9 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഏരിയ ആകുമ്പോൾ സെൻറ്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ നമ്മുടെ അടുത്ത് എന്താ? ഇവിടെ സമഭുജ സാമാന്തരികം അല്ലെങ്കിൽ റോംബസ് വരയ്ക്കാനാണ് കേട്ടോ. റോംബസ് തന്നെ എന്താ? സമഭുജ സാമാന്തരികം ആണ് വരയ്ക്കേണ്ടത് കേട്ടോ. റോംബസസ് എന്ന് എഴുതിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ സമചതുരമല്ല, ആ ചോദ്യം നല്ലപോലെ കേട്ടോണ്ടോ നിങ്ങളെ, സമചതുരം അല്ലാത്ത സമഭുജ സാമാന്തരികം വരയ്ക്കുക. അപ്പം നമുക്കറിയാം സമഭുജ സാമാന്തരികം അല്ലെ റോംബസ് എന്ന് കേൾക്കുമ്പോഴേ എന്താ അവിടെ? വികരണങ്ങളുടെ നീളം വ്യത്യാസമായിരിക്കും അല്ലേ? നിങ്ങളത് ഓർത്തോണേ നിങ്ങളെ. ഞാൻ ഈ മലയാളം എഴുതുന്നത് അതുകൊണ്ടാണ് നമുക്കിത് ചെയ്യുന്നതെന്ന് കേട്ടോ. വികരണങ്ങളുടെ നമുക്ക് റോംബസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർത്തോണം, വികരണങ്ങളുടെ നീളം എന്തായിരിക്കും? വ്യത്യാസമായിരിക്കും. വികരണങ്ങളുടെ റോംബസ് എന്ന് എവിടെ കേട്ടാലും നിങ്ങൾ ഓർത്തോണം. ഈ വികരണം എന്ന് വെച്ചാൽ എന്താ? നമ്മളത് ഇങ്ങനെ വരയ്ക്കത്തില്ലേ? ഇതിനെയാ വികരണം. ഇത് വ്യത്യാസമായിരിക്കും. ഇപ്പോൾ ഇവിടെ ഇപ്പം 3 3 6 ആണെങ്കിൽ ഇവിടെ 2 2 4. അതല്ലെങ്കിൽ ഇവിടെ 4 4 8 ആണെങ്കിൽ ഇവിടെ എന്താ? 3 3 6. അങ്ങനെ ഡിഫറൻസ് ആയിരിക്കും വരുന്നത്. ഇത് കേട്ടോ, വികരണങ്ങളുടെ നീളം നീളം വ്യത്യാസമാണ് കേട്ടോ. ഇത് റഫായിട്ടൊന്ന് ഓർത്ത് വെക്കാൻ വേണ്ടിയാണ് ഇത് എഴുതുന്നത്. അപ്പം നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഇവിടെ ഇതിൻ്റെ ഏരിയ, റോംബസിൻ്റെ ഏരിയ കാണുന്നത് 1/2 ഇൻറ്റു D1 ഇല്ലേ ഇൻറ്റു D2 ആണെന്ന് നമുക്കറിയാം. ഇത് ഓരോന്നും നിങ്ങൾ പഠിച്ച് വെച്ചേക്കണേ കേട്ടോ. ഏരിയ 1/2 ഇൻറ്റു D1 ഇൻറ്റു D2 അല്ലേ? അപ്പോൾ നമുക്ക് ഓൾറെഡി ഏരിയ തന്നിട്ടുണ്ട്
ഇല്ലയോ? എത്രയ്ക്കാ ഏരിയ നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുണ്ടല്ലോ, 9 എന്ന് തന്നിട്ടുണ്ട്. അപ്പം 9 ഏരിയ ഓൾറെഡി തന്നിട്ടുണ്ട്. 1/2 ഇൻറ്റു D1 ഇൻറ്റു D2 ഇല്ലയോ? D1 ഇൻറ്റു, അപ്പോൾ ഈ 1/2 നോക്കൂ നിങ്ങളിവിടെ, ഈ 1/2നെ നമുക്ക് എന്താ പൊക്കി ഇപ്പുറത്തുണ്ടാകും, കാരണം അത് ഈക്വലിന് അപ്പുറത്ത് കിടക്കുമല്ലേ. ഇനി കൊണ്ടുവരുമ്പോൾ എന്താ ഡിവിഷൻ ഈക്വലിന് ഇപ്പുറത്ത് വരുമ്പം ഇൻറ്റു ആയിട്ട് മാറും. അപ്പോൾ 9 ഇൻറ്റു 2 = D1 ഇൻറ്റു D2 ആണ്. കണ്ടോ? 9 ഇൻറ്റു 2 എന്ന് പറയുന്നത് D1 ഇൻറ്റു D2 ആണ്. മനസ്സിലായോ? 9 ഇൻറ്റു 2 എന്ന് പറയാം. അപ്പോൾ D1 എന്ന് പറഞ്ഞാൽ നമുക്ക് ഏതെടുക്കാം? D1 9 അല്ലേ? D2 എന്ന് പറയുന്നത് എന്തെടുക്കാം? 2. കണ്ടോ? മനസ്സിലായോ? പിന്നെ 9 ഇൻറ്റു 2 എത്ര 18. ഇനി ഇതിനെ വേറെ രീതിയിലും ചെയ്യാമെന്നാണ് പറയുന്നത്. അതായത് നോക്കൂ നിങ്ങൾ, ഇപ്പോൾ ഈ 18 എന്നല്ലേ നമുക്ക് കിട്ടിയത്? 9 ഇൻറ്റു 2 18 എന്നല്ലേ നമുക്ക് ആൻസർ കിട്ടിയത്? D1ഉം D2ഉം കൂടെ, അതായത് വികരണങ്ങൾ എന്ന് പറയുന്നത് മൊത്തം എത്ര നമുക്ക് കിട്ടിയത്? 18 ഈ 18 എന്ന് പറയുന്നതിനെ നമുക്ക് എന്താ 9 ഇൻറ്റു 2 വെച്ച് ചെയ്യാം. മനസ്സിലായോ? അല്ലെങ്കിൽ നമുക്ക് വേറെ ഏത് ചെയ്യാം? 6 ഇൻറ്റു 3 ചെയ്യാം. 6 3 18 അല്ലേ? കണ്ടോ? കാരണം 18 വരണം. ഇത് D1, ഇത് D2 ആണ് അല്ലേ? 18 വരണം കുഞ്ഞുങ്ങളെ. 2 ഡയഗണങ്ങളും കൂടെ ഇൻറ്റു ചെയ്യുമ്പോൾ 18 വരണമെന്നാണ്. അപ്പം നമുക്ക് ഒന്നുകിൽ 9 ഇൻറ്റു 2, ഇപ്പോൾ 9 എന്ന് വെച്ചാൽ വലിയത് വരും അല്ലേ? 2 ചെറുതുമായിരിക്കും. അപ്പം നമുക്ക് അതിനൂടെ കുറച്ചുകൂടെ എളുപ്പത്തിന് വേണ്ടി എന്ത് ചെയ്യാം? വേറെ ഏത് സംഖ്യകൾ തങ്ങൾ ഇൻറ്റു ചെയ്താൽ 18 വരും? 6ഉം 3ഉം കൂടെ ചെയ്താലും 18 വരും. അതാ കുറച്ചുകൂടെ എളുപ്പം അല്ലേ? നമുക്ക് അത് വെച്ച് ചെയ്യാം. 6 ഇൻറ്റു 3. മനസ്സിലായോ? അപ്പോൾ ഇനി എന്ത് ചെയ്യണം? റോംബസ് വരയ്ക്കണം. ഫസ്റ്റ് നമ്മൾ എന്തോ ചെയ്യണം? ഫസ്റ്റ് ഇത് കണ്ട D1 എത്ര കിട്ടിയേക്കുന്നത് മനസ്സിലാവുന്നുണ്ടോ? D1 എന്ന് പറയുന്നത് എങ്ങനെയാണ് വന്നത്? നമുക്ക് ഈ 18 ഇവിടെ 9 ഇൻറ്റു 2 18 D1 ഇൻറ്റു D2 എന്ന് പറയുന്നത്. അപ്പം നമുക്ക് D1 ഈ 18 വരണം. D1ഉം D2ഉം കൂടെ ഇൻറ്റു ചെയ്യുമ്പോൾ 18 വരണം. അപ്പോൾ 9 ഇൻറ്റു 2 18, 6 ഇൻറ്റു 3 18. പിന്നെ ഏതൊക്കെ വരും? 18 വരുന്നത് 3 4 ഇല്ല, 5 6 എടുത്തു, 8 മതി. 6 ഇൻറ്റു 3 മതി കേട്ടോ. അപ്പം D1 എന്ന് പറയുന്നത് 6 എടുക്കണം. D2 എന്ന് പറയുന്നത് 3 എടുത്ത് വരയ്ക്കാനാണ് പറഞ്ഞത് റോംബസ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യമേ എന്ത് ചെയ്യും? 6 സെൻറ്റിമീറ്റർ നീളത്തിലൊരു വര വരയ്ക്കുക. 6 0യിൽ വെച്ചിട്ട് 6 സെൻറ്റിമീറ്റർ ഒരു വര വരയ്ക്കുക. ഇനി അതിൻ്റെ മിഡ് പോയിൻ്റ് എല്ലാത്തിൻ്റെയും നമ്മൾ കഴിഞ്ഞ ചാപ്റ്റർ മുതലേ പഠിച്ചതാണ്. അടുത്ത ചാപ്റ്റർ ഇതാവും നിങ്ങൾ ലംബകങ്ങൾ കേട്ടോ. അതിൻ്റെ പകുതിയിൽ കൂടുതൽ എടുക്കുക, ഇവിടെ വെക്കുക, ഇവിടെ ഒരാർക്ക്, ഇവിടെ ഒരാർക്ക്, ഇനി ഇപ്പുറത്ത് വെച്ചിട്ട്, കാരണം മിഡ് പോയിൻ്റ് കാണാൻ ഇതേ ഉള്ളൂ വഴി കണ്ടോ. എന്നിട്ട് ഇത് രണ്ടും കൂടി കൂട്ടിമുട്ടുന്നത് ഒരു വര വരയ്ക്കുക. കണ്ടോ? അപ്പോൾ 6ൻ്റെ മിഡ് പോയിൻ്റ് കിട്ടി. മനസ്സിലായോ? അപ്പോൾ ഇവിടെ എത്ര? 3ഉം ഇവിടെ 3ഉം അത് കിട്ടി. ഇനി എന്താ മതി? ഇനി എന്തോ ചെയ്യണം? അപ്പോൾ ഈ മിഡ് പോയിൻ്റ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഇത്രയും ചെയ്തത് കേട്ടോ. ഇനി പറഞ്ഞേതാ 3 സെൻറ്റിമീറ്റർ, ഇത് നമുക്ക് 6 കിട്ടി. ഓക്കെ ആണല്ലോ? അതിൻ്റെ മിഡ് പോയിൻ്റ് കിട്ടി. ഇനി D2 ഈ വര എന്ന് പറയുന്നത് 3 പറഞ്ഞിരിക്കുന്നത്. ഈ വര ഏതാ? അടുത്ത വികരണം അല്ലെ ഡയഗണൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ 3. 3 വെച്ചാൽ എങ്ങനെ വരണം? 3 ഈ മൊത്തത്തിലാണേ 3. അപ്പോൾ എത്രയാ? മുകളിലോട്ട് 1.5 വരണം, താഴോട്ടും 1.5 വരണം. അങ്ങനെ ഇല്ലയോ? അല്ലാതെ നമ്മൾ പോയിന്റ് വെച്ച് എന്താ ബൈസെക്റ്റ് ചെയ്ത് നമുക്ക് ചെയ്യാം. എന്നാലും നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, മൊത്തത്തിൽ എത്ര കുഞ്ഞുങ്ങളെ? 3 വരേണ്ടത്. അപ്പം എന്ത് ചെയ്യണം? മുകളിലോട്ടും എന്ത് വരണം? 3 അല്ല, മൊത്തത്തിൽ 3. അപ്പോൾ 1.5 അല്ലേ? ഇവിടെയും വെച്ചിട്ട് ഇവിടെയും വെച്ചാൽ ഇത്രയേ ഉള്ളൂ. അവിടെ വന്ന എങ്ങനെ? മൊത്തത്തിലാണേ 3. അപ്പോൾ ഇവിടെ 1.5, 1.5 ഇവിടെയും 1.5, 1.5 അല്ലേ 3. ഇനി അത് തങ്ങളിൽ അങ്ങ് ജോയിൻ ചെയ്യുക എന്നാണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ട്, ഇവിടെ നിന്ന് ഇങ്ങോട്ട്, കണ്ടോ? ഇത്രയേ ഉള്ളൂ. ഇത്രയും വരയ്ക്കാനാണ് നമ്മൾ ഇത്രയും ചെയ്തത്. ഈ 6ഉം 3ഉം വന്നതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇത്രയേ ഉള്ളൂ കേട്ടോ. നമുക്ക് ഡയഗണൽ അല്ലെങ്കിൽ വികരണങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വരയ്ക്ക് പറയുന്നതാണ്. അതിൻ്റെ ആ 2 ഡയഗണലിൻ്റെയും മെഷർ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ ആണോ നിങ്ങൾ? ഇത് മതി. ഈ ചാപ്റ്ററിനകത്ത് നമുക്ക് ലംബങ്ങൾ എടുക്കാം കേട്ടോ. ബാക്കി 2 കൂടെ ഉണ്ട്, വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ നിങ്ങളെ, താങ്ക് യു.